ക്ഷമ തിരുവനന്തപുരം ഇപ്പോൾ ഭീതിയിലാണ്. കാരണം വ്യാപക മോഷണമാണ് എല്ലായിടത്തും. പോലീസ് അനങ്ങുന്നതേ ഇല്ല. ഒന്ന് ഈ തമ്പാനൂർ കരമനയൊക്കെ സ്ത്രീകളുടെ മാല പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന്. തമ്പാനൂർ കരമന എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്തുള്ള സ്ഥലങ്ങളാണ്. എപ്പോഴും പോലീസ് അവിടെ കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളുമാണ്. പിന്നുള്ളത് ഈ നക്ഷത്ര ജുവല്ലറി, അതുപോലെ വഞ്ചിയൂർ ഗീതാ നിവാസിൽ അവരുടെ വീട്ടിൽ മോഷണം. ഇങ്ങനെ നമ്മളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ എല്ലാം മോഷ്ടിക്കുന്നതിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. മോഷ്ടിക്കുന്നതിന് കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയാണ്. അവിടെ ഈ ക്രമസമാധാന പാലനം അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ തോത് കുറഞ്ഞിരിക്കേണ്ട ഒരു ഇടമാണ്. പ്രത്യേകിച്ച് പോലീസ് എപ്പോഴും ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ. അപ്പോൾ പോലീസിൻ്റെ ഒരു അലംഭാവം ഇക്കാര്യത്തിലുണ്ടോ? പോലീസിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, തികയുന്നില്ല, സമയം തികയുന്നില്ല. അത്ര ഭാരിച്ച ജോലിയാണെന്നേ. തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ജില്ല രണ്ടെണ്ണമാണ്, തിരുവനന്തപുരം സിറ്റിയും തിരുവനന്തപുരം റൂറലും. ഈ തിരുവനന്തപുരം സിറ്റിയിലെ പോലീസുകാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. കാരണം മുക്കിന് ഇവിടെ പ്രതിഷേധമാണ്, എപ്പോഴും പ്രതിഷേധ സമരം. ഒന്നുകിൽ ആ സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിലോട്ട്, അല്ലെ ആ പോസ്റ്റ് ഓഫീസിലോട്ട്, അല്ലെ ആ രാജ്ഭവനിലോട്ട്, എപ്പോഴും ഇവിടെ പ്രതിഷേധം. അവിടെ ക്യാമ്പിൽ നിന്നുള്ള ആളുകളല്ലേ നടക്കുന്നത്? ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഇടണ്ടേ, അല്ലാതെയും ഡ്യൂട്ടിയിൽ ഇടണ്ടേ പോലീസുകാരെ. എപ്പോഴും ഓരോ പോലീസ് സ്റ്റേഷനിലോട്ട് സമരം വരുന്നു, പോലീസ് സ്റ്റേഷനുകളിലോട്ട് സമരം വരുന്നു, പോലീസുകാർക്ക് VIP ഡ്യൂട്ടി വരുന്നു. ഇവിടെ VIP ഡ്യൂട്ടി എപ്പോഴും പോലീസുകാർക്ക് എപ്പോഴും VIP ഡ്യൂട്ടിയാണ്. 1187 കേസുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം മോഷണ കേസ് 1187. 639 എണ്ണത്തിൽ ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. പ്രതികൾ എവിടെയാണെന്ന് പോലും അറിയാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഭാരിച്ച ജോലിയാണ് അവർക്ക്. കോടതി ഡ്യൂട്ടി ഉണ്ട്, പ്രതിഷേധങ്ങളുടെ ഇതുണ്ട്, VIP ഡ്യൂട്ടി ഉണ്ട്, പിന്നെ പെട്രോളിംഗ് ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ പെട്രോളിംഗ് ഇല്ല, ഇപ്പോൾ രാത്രി ഇല്ല. മോഷണം വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണെന്നേ. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ കരമനയിൽ നിന്നൊരു സ്ത്രീയുടെ 4 പവന്റെ മാല പൊട്ടിച്ചുകൊണ്ടങ്ങ് പോയി. അതാണ് ഇപ്പോൾ പകലായിരുന്നു അത്. ചെയിൻ സ്നാച്ചിങ്. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ നല്ല തിരക്കുള്ള ഒരു സ്ഥലമല്ലേ. പിന്നെ അകത്തോട്ട് കയറുമ്പോഴാണ് പിന്നെ ഇതിന്റെ അകത്തോട്ട് കയറിയാൽ മാത്രമേ ഉള്ളൂ. ഈ കരമനയുടെ അകത്തോട്ട് കയറി വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഈ ഒതുങ്ങി കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുള്ളത്. കരമന ജംഗ്ഷനിൽ നിന്നാണ് പിടിച്ചോണ്ട് പോയത്. അതിൽ നിന്ന് സിറ്റിക്ക് അകത്ത് നിന്നായി പിടിച്ചോണ്ട് പോകുന്നത്. കരമന ക്യാമറ വെച്ചിട്ടില്ലേ? ഉണ്ട്, ക്യാമറയിൽ കിട്ടി. പക്ഷേ പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, നമ്പർ വ്യാജം. പിള്ളേരാ പയ്യന്മാരാ ഇറങ്ങിയിരിക്കുന്നത്. തമ്പാനൂരും പിന്നെ പയ്യന്മാരാ പിടിച്ചോണ്ട് പോയത്. 2 പവന്റെ മാലയാണ് പിടിച്ചോണ്ട് പോയത്. സ്ത്രീകൾക്ക് മാലയിട്ട് ഇറങ്ങി നടക്കാൻ വയ്യുന്ന ഇവിടെ ഈ സിറ്റിയിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. വരുക പൊട്ടിച്ചുകൊണ്ട് പോവുക. തമ്പാനൂർ KSRTC സ്റ്റാൻഡിന്റെ മുന്നിൽ KSRTC സ്റ്റാൻഡിലേക്ക് കയറി പോകുന്ന സ്ത്രീയെ പിന്നെ കൈ പിടിച്ച് വലിച്ച് മാല പിടിച്ചോണ്ട് പോകും. ആരും കാണുന്നില്ല അവിടെ നിൽക്കാതെ. നല്ല തിരക്കല്ലേ KSRTC. എല്ലാവരും കൂടെ പിടിക്കാൻ പറ്റത്തില്ല. 2 വീലർ ജോണേട്ടനെ കൊണ്ട് പറ്റും. എറിഞ്ഞിടണം. നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, ഒരു സ്ത്രീ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ആ സ്കൂട്ടർ പിന്നാലെ പാഞ്ഞവര് റോഡിൽ എഴയാണ് അവര്. ആ ബൈക്കുകാരന്റെ പുറകിന് ഇടിച്ച് എന്നിട്ട് അടിച്ചിട്ടു. അപ്പോൾ അടുത്ത നാട്ടുകാർ കൂടി, അത് സാമാന്യ ധൈര്യമുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യും. ചിലർ പെട്ടെന്നുള്ള അറ്റാക്കിനകത്ത് ഷോക്കായി പോകും. പെട്ടെന്നുണ്ടാകുന്ന ഷോക്കാണല്ലോ ഇത്. ചെയിൻ സ്നാച്ചിങ് ചെറിയ പരിപാടിയല്ല. ഈ കഴുത്ത് മുറിഞ്ഞു പോകും. കഴുത്തിൽ ഞരമ്പുകളൊക്കെ ഇതായി പോകും. ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടന്മാർ പയ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ. ഇവന്മാരുടെ കയ്യിൽ നല്ല 2 വീലറുകളുണ്ട്. ഈ 2 വീലറുകൾ കൊണ്ട് ഇവന്മാർ ഇറങ്ങിയിരിക്കുകയാണ് ഈ സിറ്റിയിൽ. അതിന്റെ നമ്പർ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഇളക്കി മാറ്റിയിട്ട് ഒരു വ്യാജ നമ്പർ എഴുതി കയറ്റി വെച്ചിട്ട് ഈ സാധനം കൊണ്ടാണ് ഇവന്മാർ ഇറങ്ങുന്നത്. അത് നല്ല പവറുള്ള വണ്ടിയാണ്. നമുക്ക് ഇവന്മാരോട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇവന്മാരെ കൊണ്ട് കുത്തിക്കയറ്റി കൊണ്ടുപോക്കണം ഈ സിറ്റി കൂടെ. പെട്ടെന്ന് ഇവന്മാരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണില്ല. 848 പവൻ മൊത്തത്തിൽ പോയിരിക്കുന്നത് ഇതുവരെ കൊണ്ടുപോയത്. 848 പവൻ സ്വർണ്ണമാണ് പിന്നെ ഇതുവരെ അടിച്ചു മാറ്റിയത്. ഇത് പിന്നെ നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ PR ഉണ്ടല്ലോ, പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട്. അവിടെയാണ് നമ്മൾ വിവരാവകാശം കൊടുക്കുന്നത്. അവിടെ വിവരാവകാശം കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞ 848 ഗ്രാമാണ്. 848 ഗ്രാം. അത് പിന്നെ ഈ വിവരാവകാശ പ്രവർത്തകൻ കൊണ്ടുപോയി അപ്പീൽ കൊടുത്തപ്പോഴത്തേക്ക് പോലീസ് സമ്മതിച്ചു. 848 ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, ഇത് 848 പവനാണ് പോയിരിക്കുന്നത് എന്ന് പറയും. 848 പവൻ എന്നായപ്പോൾ എത്ര കോടിയായിരുന്നു അടിച്ചുകൊണ്ട് പോകുന്നത്. പോലീസ് ശ്രദ്ധിക്കുന്നത്. പോലീസിനെ ഈ പറഞ്ഞതുപോലെ അല്ല, ഈ നഗരം മധ്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച്
ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ അത്രയും തിരക്കുള്ള ഇടങ്ങളിലല്ലേ അതെ. ഈ ആളുകൾ എന്തുകൊണ്ടോ ഇതൊക്കെ കണ്ടാലും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പം ആളുകൾ എന്ത് ചെയ്യാനാ? പെട്ടെന്ന് ഒഴിഞ്ഞ ഇടങ്ങൾ എന്റെ ജോണായിട്ട് ഇത് സംഭവിക്കുന്ന എത്ര ഇത് സെക്കൻഡ്സിൽ സംഭവിക്കുന്ന കാര്യം വന്നേ. ഇത് സെക്കൻഡ് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ പിന്നെ റൂറൽ ഏരിയയിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്ന് കണ്ടിട്ടുണ്ടോ? ഒരു സ്ത്രീ ഇങ്ങനെ സ്കൂട്ടർ ഇങ്ങോട്ട് തിരിക്കാൻ തുടങ്ങുന്നു, ബൈക്ക് ഇങ്ങോട്ട് നിർത്തി അമ്മമാർ ഒരു ഇങ്ങോട്ട് ഇറങ്ങി വന്ന് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഒറ്റ പോക്ക്. സെക്കൻഡ് മാത്രമേ ഉള്ളായിരുന്നു. ആ വീഡിയോയുടെ ഡ്യൂറേഷൻ നോക്കിയോണം, 12 സെക്കൻഡേ ഉള്ളത് മൊത്തം. നിമിഷ നേരം കൊണ്ട് 12 സെക്കൻഡ് ഡ്യൂറേഷൻ. ആ വീഡിയോ നോക്കിയാൽ CCTV എൻ്റെ പുറത്ത് വന്നതാ. ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ ഇവിടെ നല്ല മുറിവുണ്ട്. ഇവിടെ കരിനീലിച്ചു പോയി അവർ. മുറിവല്ല, ഇങ്ങനെ നീലിച്ചു പോയി. അവർക്ക് കഴുത്തിങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് കണ്ടപ്പോൾ അവർക്ക് കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർക്ക് പിന്നെ ബോബി ചെമ്മണ്ണൂർ ഒരു 5 പവൻ്റെ മാല ഒറ്റ കൊണ്ട് കൊടുത്തു. ചെമ്മണ്ണൂർ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് മാല കൊണ്ട് കൊടുത്തു. അമ്മരെ പിന്നെ പിടിച്ചു. അമ്മരെ കരമന പോലീസ് അവനെ പിടിച്ചത്. അമ്മരെ കരമന പോലീസ്. ആ വീഡിയോ പുറത്തു വന്നതാണ്. ഒരു സ്ത്രീ അവരിന്ന് കിടന്ന് തുള്ളുന്നത്, ഈ മാല പൊട്ടിച്ചുകൊണ്ട് പോയപ്പോൾ നിലവിളിച്ചുകൊണ്ട് തുള്ളുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നത്. അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളേ. അവരുടെ പേര് ഞാൻ മറന്നുപോയി. പാവങ്ങളുടെ ആകപ്പാടുള്ള സമ്പാദ്യമായിരിക്കും. അത് അവരുടെ ആകപ്പാട്. ഞാനത് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു, വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീ, അവരുടെ ആകപ്പാടുള്ളൊരു സമ്പാദ്യം. അവർ ആ മാല പോയതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു അവിടെ ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ ആ വീഡിയോ അന്ന് നമ്മളെ വാർത്ത ആദ്യം നമ്മൾ കൊടുത്തത്, ഈ വാർത്ത ഇങ്ങനെ മാല പൊട്ടിച്ച് എറിഞ്ഞു, മാല പൊട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്ത ആദ്യം കൊടുത്തത്. ഇപ്പോൾ ഈ സിറ്റിയിൽ സ്ത്രീകൾക്ക് മാല ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ലെന്നേ. ഒരു സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പെൺകുട്ടികൾ കുറച്ച് ഇതായി കേട്ടോ, അവരിപ്പോൾ സ്വർണ്ണമാല ഒന്നും ഇട്ടുകൊണ്ട് നടക്കത്തില്ല. അവർക്ക് അതിനോട് വലിയ താല്പര്യം. അവർക്ക് അതിനോട് പെൺകുട്ടികൾക്ക് ഇപ്പോൾ സ്വർണ്ണത്തോട് യാതൊരു താല്പര്യവും ഇല്ല. പുതിയ ഈ ന്യൂജൻ കുട്ടികൾക്ക് അങ്ങനെ സ്വർണ്ണത്തിനോട് താല്പര്യമില്ല. ഇത്തിരി പ്രായമുള്ള സ്ത്രീകളാണ് ഈ സ്വർണം വാരിയിട്ടുകൊണ്ട് നടക്കുന്നത്. അതുമാതിരി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ ചെമ്പകശ്ശേരിയിലാണ് ഇപ്പോൾ അവസാനത്തെ, വഞ്ചിയൂര് ചെമ്പകശ്ശേരിയിൽ, അവിടെയാണ് അവസാനത്തെ മോഷണം നടന്നിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂ നക്ഷത്ര ജ്വല്ലറിയിൽ അവിടെയും മോഷണം നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നടന്നിരിക്കുന്ന ഇതൊക്കെയാണ്. കമലേശ്വരത്ത് പിന്നെ വീട്ടിൽ കയറി 9 പവൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി. ഈ സ്വർണത്തിന് വില കൂടുന്തോറും ഇതിന്റെ അപകടവും വർദ്ധിക്കും. മോഷണം വ്യാപകമാവും. ഇവിടെ നമ്മുടെ ഈ ശ്രീകാര്യത്ത് ഒരു വലിയ ലൈൻ എന്ന് വെച്ചാൽ വീടുകളിലൊരു എന്താ പറയുക പോർഷ് ഏരിയ, അവൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മതിലുകളാണ്. അവിടെ ആർക്കും അങ്ങനെ കയറാൻ പറ്റില്ല. ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 20 പവൻ അടിച്ചുകൊണ്ടുള്ളത്. ആ വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന ആ വീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 20 പവൻ്റെ സ്വർണം അവർ പിന്നെ കൊല്ലം സ്വദേശികളാണ്. അവർ വല്ലപ്പോഴേ വരത്തുള്ളൂ ഈ വീട്ടിൽ. ഒരു വീട് മേടിച്ച് അവിടെ ഇട്ടിരിക്കുക. ഇതിൽ 20 പവൻ സ്വർണ്ണം എടുത്ത് വെച്ചിരുന്നു. താമസമില്ലാത്ത വീട്ടിൽ. അത് നമ്മുടെ ആളുകളുടെ കയ്യിൽ ഇത്തരം കുഴപ്പങ്ങളുണ്ട്. ഈ വീടുകളിലെ മോഷണം എന്ന് പറയുമ്പോൾ ഈ സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകും. എടുത്ത് പിന്നെ ഇൻഷ്യൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ ടൂർ പോകുന്നു. കള്ളന്മാർ ഭയങ്കര ഈ ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. പഴയ കള്ളന്മാർ മറ്റേ മീശയൊക്കെ പിരിച്ച് തെണ്ണയും തേച്ച് കൈലി കൊടുത്ത് വരുന്ന കള്ളന്മാരല്ല. കാലമൊക്കെ മാറിപ്പോയി. ലോക്കൊക്കെ പൊട്ടിക്കുന്ന മെഷീൻ ഉണ്ടെന്നേ. ലോക്ക് പൊട്ടിക്കുന്ന മെഷീൻ ഉണ്ട് ഇപ്പം. ഉണ്ട്. 2 വീലറിലൊക്കെ കൊണ്ടുവന്ന് കടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് ഓടിച്ചു കളയും. അങ്ങനെയുള്ള മെഷീനുണ്ട്. അങ്ങനെ ആ സാധനം എടുത്ത് ബൈക്കുകൾ അടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം. അതായത് നമ്മുടെ ലോക്കൽ കൊണ്ടുവന്ന് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ലോക്ക് പിടിച്ച് അതേ ഓടിക്കും. ലോക്ക് പിടിച്ച് കളയത് നിമിഷ നേരം മതി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തന്നെ. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ മോഷണം. ഇവിടെ നടക്കാത്തൊന്നും ഇല്ലെന്ന് ഇപ്പൊ ഈ സിറ്റിയിൽ. ഇവിടെ മോഷണം, പിന്നെ പിടിച്ചുകയറി മോഷണം, സ്വർണം പൊട്ടിക്കല്, ചെയിൻ സ്നാച്ചിങ്, എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. ഇപ്പൊ പോലീസിനെ പേടിയില്ല, അതാണ് കാര്യം. പട്രോളിംഗ് ഇല്ലെന്നേ. ജോണേട്ടൻ രാത്രിയിൽ ഈ സിറ്റിയിലൊന്ന് കറങ്ങി നോക്ക്. ഇവിടെ എങ്ങും പോലീസിനെ കാണാൻ പറ്റത്തില്ല. പണ്ട് ഇവിടെ എന്തായിരുന്നു അറിയാം, ഇവിടെ അങ്ങ് മുക്കിന് ഇവിടെ പോലീസാണ്. മുക്കിന് ഇവിടെ ചെക്കിങ്ങാണ്. ഓരോ സിഗ്നലിലും കാണും പോലീസുകാർ. ഓരോ സിഗ്നലിലും രാത്രിയിൽ പോലീസുകാരാണ്. നമ്മൾ സിഗ്നലിൽ കൊണ്ടുവന്ന് വണ്ടി എടുത്തുമ്പോഴായിരിക്കും മറ്റേ ഇത് കൊണ്ടുവന്ന് ഊതിക്കുന്നത്. ഊതാൻ പറയും രാത്രി വന്നിട്ട്. അല്ല നമ്മൾ എവിടെ പോകുന്നൊക്കെ ചോദിച്ചു കളയും. എവിടെ പോകുന്നൊക്കെ വളരെ കൃത്യമായിട്ട് ചോദിക്കും. ഈ പിന്നെ ഇദ്ദേഹം ഇരുന്ന സമയത്ത് ഈ ഹരിശങ്കർ ഉണ്ടല്ലോ, SP ഹരിശങ്കർ, എവിടെ ഇരുന്നാലും ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി. നല്ല ഉദ്യോഗസ്ഥനാണ്. എവിടെ ഇരുന്നാലും ഇദ്ദേഹം ഒരു പരിപാടി രാത്രി ഡ്യൂട്ടിക്ക് ഇടും പോലീസുകാരെ. എന്നിട്ട് അദ്ദേഹം പറയും, എനിക്ക് രാവിലെ ആകുമ്പം എത്ര സ്റ്റേഷനിൽ എത്ര വണ്ടി പരിശോധിച്ചെന്നാൽ വണ്ടിയുടെ നമ്പരും ആളുടെ പേരും ഡീറ്റെയിൽ എനിക്ക് മെയിൽ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാർ രാത്രി സിറ്റിയിലുണ്ട്, ഡ്യൂട്ടിക്ക് ഇറങ്ങും. അവർ രാത്രിയിൽ ഇറങ്ങി ഇത് മൊത്തം പരിശോധിക്കും. ഇതിപ്പോൾ പോലീസിനും സമയമില്ല, കള്ളന്മാർക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. കള്ളന്മാർക്ക് ഇവിടെ ഇഷ്ടംപോലെ സമയമാണ്. അവരിവിടെ ആറാടി നടക്കുകയാണ്. എന്തൊരു മോഷണം! 1187 മോഷണം നടന്നതിനകത്ത് 639 പ്രതികളെ പിടിച്ചിട്ടില്ല. ഇവിടെ സ്ട്രോങ് ആയിരുന്നു സിറ്റി ഷാഡോ. ഈ സിറ്റി ഷാഡോ ഇവർ നശിപ്പിച്ച. ഇവര് സിറ്റി ഷാഡോയിൽ ഇടപെട്ട് കുളവാക്കിയതാ സിറ്റി ഷാഡോയെ.
അത് ശരി. സിറ്റി ഷാഡോ ഇവർ പിരിച്ചു വിട്ടു. വിട്ടു അതിനെ സിറ്റി ഷാഡോ ഇവിടെ പിരിച്ചു വിട്ടിട്ട് ഇവിടെ പുതിയൊരു ഷാഡോ ടീമിനെ ഇട്ടു. അവർക്കാണെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ല, ഐഡിയ ഇല്ല. മറ്റൊരു നല്ല ബുദ്ധിയായിരുന്നു മറ്റവർക്ക്. അവന്മാർ എങ്ങനെയാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവന്മാർ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആന്ധ്രയിൽ നിന്നൊക്കെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. ആന്ധ്രയിലൊക്കെ പോയിട്ട് പ്രതികൾ ആന്ധ്രയിലൊക്കെ ചെന്ന് അവിടുത്തെ ഏറ്റവും വലിയ കോളനികളിൽ ഏറ്റവും ക്രിമിനൽസിന്റെ ഏറ്റവും വലിയ കോളനിക്ക് അകത്ത് കയറി അവന്മാർ തൂക്കിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെയുള്ള കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഷാഡോ എന്ന് പറയുന്നത് ഷാഡോയ്ക്ക് കൊടുത്ത കേസുകൾ കണ്ടുപിടിക്കുന്നില്ല. ഷാഡോ പരിചയമില്ലെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ലെന്നേ. പരിചയം വേണം, ഐഡിയ വേണം. ഐഡിയ ഉണ്ടെങ്കിൽ ഇത് തൂക്കാൻ പറ്റും. അവരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? അവരിവിടുന്ന് 100-150 CCTV പരിശോധിക്കും. ഇവ ഈ പോയവൻ എവിടെ പോയാലും അവിടെ CCTV തപ്പിപ്പോവും. എന്നിട്ട് അവിടുന്ന് ഈ CCTV വരുന്ന ഇതിന്റെ വിഷ്വൽ എടുത്ത് വെച്ചിട്ട് ടവർ എടുക്കും. ആ ടവറിൽ കണക്ട് ആയിരിക്കുന്ന നമ്പറുകൾ എടുക്കും. കംപ്ലീറ്റ് ഇവിടെ സിറ്റി ഷാഡോയും സൈബർ വിഭാഗവും കൂടെ ചേർന്ന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവരതിനെല്ലാം പൊളിച്ചളഞ്ഞു. ഇവിടെ ഇപ്പോൾ കുത്തഴിഞ്ഞ അവസ്ഥയാണെന്നേ. ഞാൻ ഇത് കാര്യമായി പറയാം. ഈ സ്ത്രീകൾ, ഈ പ്രായമായ സ്ത്രീകൾ ദയവ് ചെയ്ത് ഈ സ്വർണം എടുത്ത് കഴുത്തിലിട്ടൊന്നും നടക്കരുത്. ആരും കാണാനില്ല. ആർക്ക് നിങ്ങളിത് അണിഞ്ഞു നടന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞ പ്രായമായ അമ്മമാരാണ് കൂടുതൽ സ്വർണത്തിനോട് ഭയങ്കര ഭ്രമം. ഭ്രമം. ഇതിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക, വലിയ മാല, കമ്മൽ, അതുപോലെ തന്നെ വള. ഞാനിവിടെ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മയുടെ കഴുത്തിൽ 3 മാല. ജീവൻ അപകടത്തിലാക്കുക. ഈ 3 മാലയിലും കൂടെ ആയിരിക്കും വന്ന് പിടിക്കുന്നത്. അതോടുകൂടി കഴുത്തിന്റെ ഞരമ്പ് പൊട്ടിപ്പോകും. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. തമിഴിലൊരു സിനിമയുണ്ട് മെട്രോ, സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഇത് തന്നെ സാധനം, ചെയിൻ സ്നാച്ചിങ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ക്രൂരത എന്താണെന്ന് കാണിക്കുന്നുണ്ട്. നല്ല സിനിമ, നല്ല മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് മെട്രോ എന്ന് പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ, പഠിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെയിൻ സ്നാച്ചിങ്ങിന്റെ ഇതിൽ പെടുകയും ഏറ്റവും അവസാനം അവൻ്റെ അമ്മയെ തന്നെ കൊലപ്പെടുത്തുക. അവൻ്റെ അമ്മയെ തന്നെ അവൻ കൊലപ്പെടുത്തുന്നതാണ്. അവസാനം അവൻ്റെ ചേട്ടനെ അവനെ കൊലപ്പെടുത്തേണ്ടി വന്നു, സഹോദരന്. അതാണ് അതിൻ്റെ കഥ. ശരി.